ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക നഗരങ്ങളിലെ റോഡുകളും ഓടകളും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണെന്ന് തോന്നാറുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ ഇതേപോലെ അത്യാധുനിക രീതിയിൽ ആസൂത്രണം ചെയ്ത ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് സിന്ധു നദീതട സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ. വെറും 5 മിനിറ്റിൽ ഈ അത്ഭുത ലോകത്തെക്കുറിച്ച് അറിയേണ്ട പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ സംസ്കാരം ഇന്നത്തെ പാകിസ്ഥാൻ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ എന്നീ പ്രദേശങ്ങളിലായി സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങളിലാണ് വളർന്നു വന്നത്. 1920കളിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ നടത്തിയ ഗഗനങ്ങളിലൂടെയാണ് ഈ നാഗരികത ലോകം അറിയുന്നത്. ആദ്യം കണ്ടെത്തിയ സ്ഥലം ഹാരപ്പ ആയതുകൊണ്ട് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ 2 നഗരങ്ങളായിരുന്നു ഹാരപ്പയും മോഹൻജൊദാരോയും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നഗരങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ്. ഇന്നത്തെ വലിയ സിറ്റികളെ പോലെ കൃത്യമായ ഗ്രിഡ് പാറ്റേൺ രീതിയിലാണ് അവിടുത്തെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ചുടുകട്ടകൾ ഉപയോഗിച്ചുണ്ടാക്കിയ 2 നില വീടുകൾ, എല്ലാ വീടുകളിലും കിണറുകൾ, കൃത്യമായ ബാത്റൂമുകൾ എന്നിവ ഉണ്ടായിരുന്നു. ഇതിലും വലിയ അത്ഭുതം അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അഥവാ ഓടകളാണ്. എല്ലാ വീട്ടിലെയും മാലിന്യങ്ങൾ വലിയ ഓടകളിലേക്ക് പോകുന്ന തരത്തിലായിരുന്നു നിർമ്മിതി. പൊതുവായ ആവശ്യങ്ങൾക്കായി ദ ഗ്രേറ്റ് ബാത്ത് എന്ന വലിയൊരു ബാത്റൂമും ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ കളപ്പുരകളും അവർ നിർമ്മിച്ചു. അവർ കർഷകരും മികച്ച വ്യാപാരികളുമായിരുന്നു. മെസ്സപ്പൊട്ടാമിയ പോലെയുള്ള വിദേശ രാജ്യങ്ങളുമായി അവർ കടൽ മാർഗം വ്യാപാരം നടത്തിയിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ചെറിയ കളിമൺ മുദ്രകളിൽ പശുപതി രൂപങ്ങളും പ്രീസ്റ്റ് കിങ് സ്റ്റാച്യൂകളും ഡാൻസിങ് ഗേൾ ബ്രോൺസ് സ്റ്റാച്യൂസുമൊക്കെ കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ചരിത്ര വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്